അർത്ഥത്തിലല്ല ശരിക്കും സിനിമയിൽ ബീഫ് എന്ന് പറഞ്ഞത്, ബീഫി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അപ്പോൾ ആ അമളി പറ്റിയതുകൊണ്ടാണ് തിരിച്ചു തരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മറ്റ് സിനിമകൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ, അത് 100 വർഷം തികയാണ്. ഇപ്പോൾ ഇത് 100ാമത്തെ വർഷമാണ് ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ, ഈ സൈലന്റ് മൂവി. നമുക്കറിയാലോ, അത് സിനിമയുടെ എന്താ പറയുക, ഒരു ചരിത്രം പഠിക്കുന്ന എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. പുതിയ തലമുറ കാണേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ 100ാം വർഷത്തിൽ അത് പ്രദർശിപ്പിക്കുന്നത്. അത് ലോകം മുഴുവൻ എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെ എൻ്റെ ഒരു നമുക്കറിയില്ല, കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആ സിനിമ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്, ഇന്ത്യയിൽ കാണിക്കുന്നുണ്ട്. ഒരു 1000 തവണത്തിൽ കൂടുതലൊക്കെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ ഇത് കാണിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ എന്തായാലും 1000 തവണ കൂടുതൽ കാണിച്ചു കാണും. ഈ IFFK തന്നെ 2-3 തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ സിനിമ എന്തുകൊണ്ട് അവർ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഫൂളിഷ്നെസ് എന്താ അതിൻ്റെ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പലസ്തീൻ പാക്കേജിലെ സിനിമകളൊന്നും എല്ലാം വിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം അവർ പറയുന്നില്ല. പിന്നെ വേറൊരു തമാശയുണ്ട്. ഇവിടെ ക്ലാഷ് എന്ന് പറഞ്ഞ സിനിമ, വാജിബ് എന്ന് പറഞ്ഞ സിനിമ, ഇത് രണ്ടും മികച്ച സിനിമ, IFFKക്ക് മികച്ച സിനിമക്കുള്ള അവാർഡ് കിട്ടിയ സിനിമയാണ്. അതിവിടെ പ്രദർശിപ്പിച്ചാണ്. അന്ന് അവാർഡ് കിട്ടിയതാണ്. ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിന് കാരണമില്ല. ഇത്തരം സിനിമകളൊക്കെ തന്നെ അതിന് കാരണമില്ലാതെ ഈ സിനിമകളൊക്കെ എന്തുകൊണ്ട് പ്രദർശനാനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. അല്ല, അതിന് വേറെ കാര്യമുണ്ട്. അതങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. എന്നാൽ അവർ നേരത്തെ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ തരണം നമുക്ക്. അതായത് ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അനുമതി ഇപ്പോൾ ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നേരത്തെ അയക്കണം എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പറ്റില്ല. കാരണം എന്താ പറയുക, ഈ സിനിമകൾ കൺഫേം ചെയ്യണ്ടേ. ഇപ്പോൾ നമുക്ക് കാനിൽ അവാർഡ് കിട്ടിയ സിനിമ, ആ കാനിൽ അവാർഡ് കിട്ടിയ സിനിമ കൺഫേം ചെയ്ത് വരണമെങ്കിൽ ടൈം എടുക്കും. കാരണം അവർക്ക് നമ്മൾ അയച്ചു, അവിടുന്ന് ഇത് ചെയ്ത് അവർ പറയുന്നു ഇഫി കഴിയട്ടെ, അല്ലെങ്കിൽ മറ്റോടത്തെ ഫെസ്റ്റിവൽ കഴിയട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇതിലല്ലല്ലോ. അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ തന്നെ കൺഫേം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ നേരത്തെ കൺഫേം ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ സിനിമകളാണ്. ഈ കോമ്പറ്റീഷൻ സിനിമകളും കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ സ്ക്രീനിങ് നടക്കുന്നതുകൊണ്ട് ആ ലിസ്റ്റ് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ അയക്കുമ്പോൾ പലപ്പോഴും പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് അയക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചില സിനിമകൾ അവൈലബിലിറ്റിയൊക്കെ അത് ടൈമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഫെസ്റ്റിവൽ തയ്യാറാകുന്നത്. ഇതിന് കാരണം കൂടി വേണ്ടേ. നമുക്കും ഏകദേശം കോമൺ സെൻസ് ഉണ്ടല്ലോ. ഇതിപ്പോൾ 30ാമത്തെ വർഷമല്ലേ. എന്തുകൊണ്ടാണ് ഈ സിനിമകൾ നിഷേധിക്കുന്നത് എന്നുള്ളതിന് മനസ്സിലാക്കാൻ പറ്റാണ്ടല്ലോ. ബ്യൂറോക്രാറ്റിക് മാത്രമൊന്നുമല്ല, പൊളിറ്റിക്കലായിട്ടുള്ളതാണ്. ബ്യൂറോക്രാറ്റ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു കോമൺ സെൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഫൂൾസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. കാരണം ഇങ്ങനെയുള്ള സിനിമകളെ കുറിച്ചൊന്നും അറിയാതെ അതൊന്നുമല്ല. ചില സിനിമകളെ നോക്കി അങ്ങനെയാണെങ്കിൽ കുറെ ഒരു ലോട്ടായിട്ട് മൊത്തം സിനിമകൾ അങ്ങ് ബാൻ ചെയ്താൽ പോലെ. അതല്ലല്ലോ. നമ്മൾ ഈ സിനിമകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാവും. ഇന്ന രാജ്യങ്ങളിലെ ഇന്ന പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളാണെന്ന് പറയുമ്പോൾ ഈ ബ്യൂറോക്രസിയുടെ ഒരു ഇതാണെന്ന് മാത്രമായിട്ട് അതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ IFFK ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്.